ഹായ് എവരിവൺ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. എല്ലാവരും കാത്തിരുന്ന എമ്പുരാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനൊരു ഹോളിവുഡ് മേക്കിംഗ് അങ്ങനെ വിളിക്കണേക്കാട്ട് ഉപരി ഗ്രാൻഡ് പൃഥ്വിരാജ് സുകുമാരൻ മേക്കിംഗ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അതേപോലെയാണ് ഈ പടത്തിന്റെ മേക്കിംഗ് നമുക്ക് കാണാൻ പറ്റുക. ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ടാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശ വന്നേക്കാം. പിന്നെ പോരാഞ്ഞിട്ട് ലൂസിഫറിനായിട്ടുള്ള അമിത കമ്പാരിസൺ വന്നാലും നിങ്ങൾക്ക് നിരാശ വന്നേക്കാം. ഇതിനൊരു സ്റ്റാൻഡ് അലോൺ പടമായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് വന്നിട്ടുള്ളത്. ഇനി ഇതില് ക്യാരക്ടർ ആർക്ക് ലൂസിഫറില് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വേൾഡ് ആണെങ്കിൽ ഇതിലേക്ക് എത്തുമ്പോൾ ഖുറേഷി അബ്രാമിന്റെ വലിയൊരു വേൾഡ് ആയിട്ട് ഇതിനെ വലുതാവുകയാണ്. അത് വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ പൃഥ്വി ഇതിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളായിട്ടും ലാലേട്ടൻ ഷൈൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫനായിട്ട് വരുന്ന ഒരു സീനുണ്ട്, കാട്ടിലത്തെ ഒരു സീന്. അത് ക്ലാപ്പ് വർത്തിയാണ്. ഈ നമുക്ക് കൊടുത്ത കാശ് മുതലാവാൻ ഒരു സീൻ വഴി എന്ന് പറയില്ലേ, അതാണ് ആ സീൻ. എനിക്ക് പേഴ്സണലി അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് ഞാൻ ഈ ഒരു സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആർക്ക് ഇതിലുള്ളത് മഞ്ജു വാര്യരുടെ ആണ്. ഞാൻ ഈ പടം കാണാൻ വരുമ്പോ ഒരിക്കലും മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ആർക്കും ഇതുപോലത്തെ ഒരു ഗൂസ് ബംസും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട്, വളരെ സട്ടിലായിട്ട്, നീറ്റായിട്ട്, നല്ല ഇമ്പാക്ട് ആയിട്ട് മഞ്ജു വാര്യരുടെ ആ സീൻസും കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുകൾ ഒന്നാണ് മഞ്ജു വാര്യരുടെ സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു സീൻ. ഞാനൊരു ഫാൻ ബോയ് ആയിട്ടാണ് പറയാൻ പോണത്. ഇതിൽ ചില സീൻസ് ഉണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കോരിത്തെരിപ്പായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഇൻട്രോ, ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു ഷോട്ട്, പിന്നെ ഇന്റർവെല്ലിന് മുമ്പുള്ള ഷോട്ട്, സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫനായിട്ട് കാറ്റിൽ വരുന്ന ഒരു സീനുണ്ട്. ഞാൻ കൊടുത്ത കാശിന് എനിക്ക് മുതലാവാൻ ഇതുപോലത്തെ കുറച്ച് ലാലേട്ടന്റെ നിമിഷങ്ങൾ തന്നെ ധാരാളമാണ്. ബാക്കിയൊക്കെ എനിക്ക് ബോണസാണ്. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന് മറ്റേ മേക്കിംഗ് ആയാലും എന്തായാലും എനിക്കിത് ബോണസാ. ഇതിൽ ലാലേട്ടനെ അവതരിപ്പിച്ച ചില ഷോട്ടുകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നടത്തം, ചില നോട്ടം, അതില് ചില സീനുകൾ എനിക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ സ്പോയിലർ ആയി പോകും. അതൊക്കെ വളരെയധികം ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ എനിക്ക് കോരിത്തെരിപ്പ് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇനി അടുത്ത പാർട്ടിൽ ഇതിനെങ്ങാട്ടും വലിയ രീതിയിൽ ആണ് ഇത് വരാൻ പോകുന്ന രീതിയിലാണ് പടം അവസാനിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാ, ഇതിൽ സ്പോയിലേഴ്സ് ഉള്ള കാര്യങ്ങളുണ്ട്. അത് ആരോടും അത് ഷെയർ ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ ഫണ്ട് കളയാതിരിക്കുക. അതാണ് ഇനി ചെയ്യേണ്ട മെയിൻ കാര്യം. നിങ്ങൾ ഈ പടത്തിലേക്ക് കാണാൻ പോകുമ്പോൾ ഗ്രാൻഡ് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ്, ഒരു പൃഥ്വിരാജ് സുകുമാരൻ ഗ്രാൻഡ് മേക്കിംഗ് വിത്ത് എഫക്ട്, ദ മോഹൻലാൽ എഫക്ട്, അത് ഈ പടത്തിലുണ്ട്. നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് 8.8 ആണ്. അപ്പൊ പടം കാണുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.